ചർമ്മം വെട്ടിത്തിളങ്ങാൻ ഇനി പണം മുടക്കി ഡയമണ്ട് ഫേഷ്യൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി. ഡയമണ്ട് പോലെ നിങ്ങളുടെ ചർമ്മം തിളക്കം വെക്കാൻ സാധിക്കുന്നതാണ്. വെറും 2 സ്റ്റെപ്പിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഡയമണ്ട് ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പൈസ ചെലവില്ലാതെ ചർമ്മം തിളങ്ങാൻ വേണ്ടി ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഡയമണ്ട് ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. പലതരം ഫേഷ്യലുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ചർമ്മത്തിന് ഏറ്റവും നല്ല പോലെ തിളക്കം നൽകുന്ന ഒരു ഫേഷ്യലാണ് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത്. ഡയമണ്ട് ഫേഷ്യൽ പലതരമുണ്ട്, പല റേറ്റിലേ ഉള്ളതുമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു റേറ്റിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നൽകുന്ന ഡയമണ്ട് ഫേഷ്യൽ നമ്മുടെ ഹോം മെയ്ഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടി പണം മുടക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വളരെ വലിയ, അതായത് 4000-5000 രൂപ വിലയെടുപ്പുള്ള ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കണ്ട് നിങ്ങൾ ഷോക്കാവും. അത്രയ്ക്ക് നല്ല റിസൾട്ട് നൽകുന്നതാണ്. നമ്മൾ ഫേഷ്യൽ എന്തിനാണ് ചെയ്യുന്നത്? ഫേസ് നല്ല പോലെ നിറം വെക്കാനും ഫേസ് നല്ലപോലെ ക്ലീൻ ആവാനും കൂടാതെ തന്നെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. നമ്മൾ എല്ലാ മാസവും പോയി ചിലർ ഫേഷ്യൽ ചെയ്യാറുണ്ട്, ചിലർ 2 ആഴ്ച ഇരിക്കുമ്പോഴൊക്കെ ഫേഷ്യൽ ചെയ്യാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ടൊക്കെ. ഇപ്പം നിങ്ങൾ ഇനി മാസത്തിലും പോകണ്ട ഫേഷ്യൽ ചെയ്യാനായിട്ട്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് സലൂണിൽ കയറി ഇറങ്ങി പണം ഒന്നും ചിലവാക്കണ്ട. രാത്രി നിങ്ങൾ ചെയ്ത് രാവിലെ ആകുമ്പോൾ നിങ്ങൾ ഫംഗ്ഷന് പോയാലും ഫേസ് നല്ല ഡയമണ്ട് പോലെ തിളങ്ങിയിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ പണം മുടക്കി ഫേഷ്യൽ ചെയ്യാനായിട്ട് സലൂണിൽ ഒന്നും കയറി ഇറങ്ങേണ്ട. 2 സ്റ്റെപ്പിലുള്ള ഫേഷ്യൽ, നിങ്ങൾ ഡയമണ്ട് ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. 2 സ്റ്റെപ്പേ ഉള്ളൂ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്ക്. ഫേസ് ഡയമണ്ട് പോലെ തിളങ്ങുന്നതാണ്. എന്തായാലും വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ആ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമേ നമ്മൾ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് മിൽക്കാണ്. മിൽക്ക് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഫേസിനെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലോട്ട് മസാജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ റോസ് വാട്ടർ, ഏതാണോ അലവേറ ജെല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച്. സ്വർണ്ണത്തിനെക്കാട്ടിലും തിളക്കം വെക്കാൻ നിങ്ങൾക്ക് ഈ ഡയമണ്ട് ഫേഷ്യൽ ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസ് ആണ്. ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് റോ മിൽക്ക് യൂസ് ചെയ്യാം, അതായത് പച്ചപ്പാല് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫേസ് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം. പക്ഷെ ക്ലെൻസ് ചെയ്തിരിക്കണം എന്തായാലും. ഇപ്പം ഞാനിപ്പം ക്ലെൻസ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ രണ്ടാമത്തെ, അതായത് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജിങ് ക്രീം വിത്ത് സ്ക്രബാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇതിനെ നല്ലപോലെ നിറം നൽകാനും സ്കിന്നിനെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തൈരിൽ നിന്ന്. തൈര് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. തൈരാണ് നമുക്ക് വേണ്ടത്. കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈര് 1 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. അങ്ങനെ പുളിയില്ലാത്ത കട്ടത്തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടല്ലോ. ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ശുദ്ധമായിട്ടുള്ള ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ്, ഓറഞ്ചിൻ്റെ തൊലിയുടെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഓറഞ്ചിൻ്റെ തൊലിയുണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം എൻ്റെ കയ്യിൽ ഓറഞ്ച് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഓറഞ്ചിൻ്റെ, അതായത് ഓറഞ്ച് പീൽ പൗഡർ ചേർക്കുന്നത്. നാട്ടിലൊക്കെ ഇപ്പോൾ എപ്പോഴും നാട്ടിൽ കിട്ടുന്നതല്ലേ ഓറഞ്ച്. ഇപ്പോൾ ഓറഞ്ച് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ വിലയെന്ന് പറയുന്നത് 1 കിലോയ്ക്കൊക്കെ 160 രൂപയാണ് ഓറഞ്ചിൻ്റെ വിലയെന്ന് പറയുന്നത്. ഞാൻ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഓറഞ്ച് തൊലി ഉണക്കിയിട്ട് ഉണ്ടാക്കി ഇങ്ങനെ സൂക്ഷിക്കും. ഓറഞ്ച് തൊലി ഉണക്കിയിട്ട് അതിൻ്റെ പൗഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഇല്ല, അതിന് പകരം നിങ്ങൾക്ക് തൈരിൻ്റെ കൂടെ മിക്സ് ആക്കാനായിട്ട് നമുക്ക് തക്കാളിക്ക ജ്യൂസ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മുടെ മസാജിങ് ക്രീം അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖം ഡയമണ്ട് പോലെ തിളങ്ങും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി. ഇപ്പം നാളെ ഒരു ഫംഗ്ഷന് പോകണം, സമയമില്ല, നിങ്ങൾക്ക് 2 സ്റ്റെപ്പിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്ക്. മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടി വരില്ല, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ മസാജിങ് ക്രീം അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ മസാജിങ് ക്രീം തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് അത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പം നിങ്ങൾക്കിപ്പം ഫേസ് മസാജ് ചെയ്തിട്ട് നല്ലപോലെ മാറ്റം നൽകാൻ സാധിക്കും. ഫേസിൽ മസാജ് ഞാൻ ഇതുണ്ടോ ആദ്യം തേച്ചെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ മസാജ് തുടങ്ങുകയാണ്. ആദ്യമേ നമ്മുടെ ഇവിടുത്തെ 8 എന്ന് പറഞ്ഞ് എഴുതണം. ഇവിടെ അതേപോലെ 8 കണ്ടോ, 8 എഴുതാൻ പറ്റുമെങ്കിലും കുറച്ച്, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വഴി എഴുതണം. ഇതുമാണ് നമ്മുടെ ഈ ഒരു ഫിംഗർ വെച്ചാണ് വിളിച്ചേണ്ടത്. അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ വശത്തും ഈ ഭാഗമുണ്ടല്ലോ ഇവിടെയൊക്കെ, അവിടെ ഇവിടെ. ഓക്കെ, ഇത് നമ്മൾ ഐബ്രോ ഉണ്ട്, നമ്മുടെ ഐബ്രോ ഇങ്ങനെ മസാജ് തുടങ്ങുകയാണ്. അതിന് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ തേച്ച് കൊടുക്കേണ്ടതാണ്. ഡ്രൈ ആവുന്നതിനനുസരിച്ച് റോസ് വാട്ടർ ഇട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യുക. ഇത് നോർമൽ രീതിയിലുള്ള മസാജാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തു ശേഷം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വഴി നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോസ്, അതിനുശേഷം ഇത് 3 വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിൻ്റെ നമ്മുടെ നെറ്റി ഭാഗത്ത് അതും ഇവിടെ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നിർത്തണം. നമ്മുടെ ഫേസിന് അധികം പ്രഷർ കൊടുക്കാനും പാടില്ല, പക്ഷെ എന്നാൽ നോർമൽ രീതിയിലാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യേണ്ടത്. നമ്മൾ ഇതും കണ്ണിൻ്റെ ചുറ്റിനും ഓക്കെ ചെയ്തു. അതിനുശേഷം ഒരു വൈബ്രേഷൻ നമ്മൾ കണ്ണിന് കൊടുക്കണം. അതേപോലെ അതിനുശേഷം ഇതുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസിന് ഒരു ഷേപ്പൊക്കെ നൽകാൻ വേണ്ടിയാണ്. ഫേഷ്യൽ ചെയ്തപ്പോൾ തന്നെ അവളെ മുഖത്തിൻ്റെ തിളക്കം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഫേസ് ഫുള്ളായിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. നമ്മുടെ കൈക്ക് ചൂട് കാണാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ കൈക്ക് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു വെള്ളത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് കൈ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം ഇതുണ്ട് നമ്മൾ ഇങ്ങനെ ഇടിക്കാറില്ലേ, പഞ്ച് ചെയ്യാറില്ലേ, അതുപോലെ തിരിച്ചു. ഇങ്ങനെ ഇവിടെ പ്രസ് നോർമൽ രീതിയിലാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫേസിന് തിളക്കം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു മസാജിങ് ക്രീം കുറച്ച് നേരം ഫേസിലൊന്നും ഇരിക്കട്ടെ. ഞാൻ ചെയ്ത മസാജൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നോർമൽ രീതിയിലാണ് ഞാൻ മസാജ് ചെയ്തത്. ഇനി നമുക്ക് പാക്ക് ഇടുന്നതിന് മുന്നേ നമുക്കിതൊന്ന് തുടയ്ക്കണം. അതിന് കുറച്ച് നേരം ഇരിക്കട്ടെ. കുറച്ച് നേരം വെച്ചു ഞാൻ തുടയ്ക്കുകയാണ്. തുടച്ചപ്പോൾ തന്നെ ചർമ്മത്തിൻ്റെ തിളക്കം കണ്ടോ. ഓക്കെ, തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യലിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ: ഓറഞ്ചിന്റെ പീൽ പൗഡർ, അതല്ല എങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ നീര് എടുക്കണം. അപ്പം അതുമല്ല തക്കാളി, നിങ്ങളുടെ ഓറഞ്ച് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് തക്കാളിക്കയുടെ ജ്യൂസ് ചേർക്കാവുന്നതാണ്. അത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഓറഞ്ച് പീൽ പൗഡറാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മളിത് മിക്സാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ നല്ല പോലെ നിറം നൽകാനും ഫേസിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തൈരിൽ നിന്ന്. തൈര് നമുക്ക് വേണം. തൈര് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും തൈര് യൂസ് ചെയ്യാവുന്നതാണ്. ചില സ്കിൻ ടൈപ്പുകാർക്കാണ് തൈര് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അലർജി ഉള്ളത്. അപ്പോൾ നിങ്ങൾ തൈരിന് പകരം റോസ് വാട്ടർ ചേർത്താലും മതിയാകും. പക്ഷെ തൈര് ചേർത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു മാറ്റം നൽകുന്നത്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം ഫേസ് നല്ല വെട്ടിത്തിളങ്ങണമെങ്കിൽ നിങ്ങളിത് 2 ആഴ്ച ഇരിക്കുമ്പോൾ ചെയ്ത് നോക്ക്. നല്ലപോലെ ഒരു ഫേസ് വെട്ടിത്തിളങ്ങി തന്നെ നിൽക്കും. അടിപൊളിയാണ് കേട്ടോ. നമുക്കിപ്പം ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും സലൂണിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫേസ് 2 ആഴ്ചത്തേക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. കുറച്ചും കൂടി തൈര് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ നിങ്ങളിപ്പം ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഒരു ദിവസത്തേക്ക് ഒരു കാരണവശാലും ക്രീമോ പാക്കോ മറ്റുള്ള ഒന്നും ചെയ്യരുത്. സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടണം. നമ്മൾ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. ഇതുണ്ട് ഇതേ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, കിടിലൻ റിസൾട്ടാണ് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്ക്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് അടിപൊളിയാണ് ഈ ഒരു ഫേഷ്യൽ. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടിലൻ സംഭവമാണ്. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയത്. അത് ഞാൻ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ കഴുത്തേലും കൂടി ഇടാനായിട്ട് നോക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം കുറച്ച് വലിച്ചിൽ വരും. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് വേണം ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഐബ്രോസിൻ്റെ ഭാഗത്ത് പറ്റരുത് കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് തുടച്ച് മാറ്റണം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ഫേസ് ഒന്ന് വെള്ളം വെച്ച് ഇതാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നോർമൽ രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തുടയ്ക്കുകയാണ്. അടിപൊളിയാണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ തിളക്കം കണ്ടോ ഫേസിൻ്റെ? ആരും എൻ്റെ കണ്ണിൻ്റെ അടിയിലോട്ടൊന്നും നോക്കണ്ട. എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് കാണും. അത് നിങ്ങൾ വിട്ടേരെ, ആ ഒരു സംഭവം വിട്ടേരെ. എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പം ഫേസിനകത്ത് നിങ്ങൾക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഫേസിനകത്ത് ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ പാടുകളും ഒക്കെ മറ്റുള്ള കുറച്ച് ചെറിയ രീതിയിൽ സ്കിൻ നിറമൊക്കെ കുറഞ്ഞിരുന്ന സമയത്ത് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ എന്നോട് പലരും ചോദിച്ചു, ഇത്താളുടെ ഫേസിനകത്ത് കുറേ മാറ്റങ്ങൾ വന്നല്ലോ, അതെന്താണെന്ന് ചോദിച്ചായിരുന്നു. ആ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. ഇത് പ്രൊമോഷനൊന്നും അല്ല, നിങ്ങളിപ്പോൾ വയ്ക്കും പ്രൊമോഷനാണ് ഒന്നുമല്ല. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഒരു കാര്യമാണ് പറയുന്നത്. സ്കിൻ കെയർ പ്ലസ് ടാബ്ലറ്റ് ഞാൻ കഴിച്ചായിരുന്നു. കാരണം എൻ്റെ സ്കിൻ വല്ലാതെ, കാരണം പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പല ട്രീറ്റ്മെൻറ്റ് സ്കിന്നിനെ ഒരു കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടി, നിറമൊക്കെ ഒന്ന് വെക്കാനും സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറാൻ വേണ്ടി. കാരണം എനിക്ക് അധികം ഏജില്ല, പക്ഷേ എൻ്റെ ഹെൽത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് സ്കിന്നൊക്കെ വല്ലാതെ, കൈയുടെയൊക്കെ സ്കിൻ നല്ലപോലെ ചുളിങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഇതായതുകൊണ്ട് കൈയുടെ മുട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് കറുപ്പുണ്ട്. കുറച്ചുകൂടെ മാറാനായിട്ടുണ്ട്. ഇത് മാറിയിട്ട് വരുന്നുണ്ടോ, ഇതിനെക്കാട്ടിലും കുറഞ്ഞുണ്ടോ കയ്യിൽ. അതൊക്കെ മാറ്റാൻ എനിക്ക് സഹായിച്ചൊരു കാര്യം ഞാൻ പറയാം. അതായത് കണ്ടോ, ഇത് കണ്ടോ സ്കിൻ കെയർ ടാബ്ലറ്റ് ആണ് ഞാൻ ഇത് കാണിക്കാൻ. എനിക്ക് ഇത് കണ്ടോ സ്കിൻ കെയർ ടാബ്ലറ്റ് ഇതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 300 രൂപയാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഈ ടാബ്ലറ്റ് എനിക്ക് നല്ലപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ടോ, ഈ കൈയുടെ കാട്ടിലും കറുപ്പ്, ഈ കൈക്ക് 2 കൈക്ക് ഒരേപോലെ കറുപ്പായിരുന്നു. ഈ 2 മുട്ടിൻ്റെ ഭാഗവും ഫേസ് കഴുത്തും ഒക്കെ നല്ലപോലെ കറുപ്പുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറ്റാൻ സാധിച്ചത് ഈ ഒരു ടാബ്ലറ്റിൽ നിന്നാണ്. പലരും എന്നോട് വന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തും കുഴഞ്ഞു. ഇതാണ് സ്കിൻ കെയർ പ്ലസ് ടാബ്ലറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ട് ആമസോണിലുണ്ട്. പിന്നെ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ഫോൺ നമ്പർ വഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടാണ് മേടിക്കുന്നത്, വാട്സാപ്പ് വഴി. അവരുടെ വാട്സാപ്പ് ത്രൂ വഴിയാണ് മേടിക്കുന്നത്. അതും ഞാൻ കാണിക്കാം. ഞാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ചേഞ്ചസ് കിട്ടിയിട്ടുണ്ട്. ഫേസ് ഇതുണ്ട്, ഇവിടെ എല്ലാം കറുപ്പായിരുന്നു, ഇവിടെ എല്ലാം കറുപ്പുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. ഫേസിന് നല്ലപോലെ ഒരു ചേഞ്ചസും കിട്ടിയിട്ടുണ്ട്. ചുളിവൊക്കെ മാറിയിട്ടുമുണ്ട്. അടിപൊളിയാണ് ഈ ഒരു ടാബ്ലറ്റ്. നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കാം കമൻറ്റ് സെക്ഷനിൽ കേട്ടോ, തിരക്കി പിടിച്ചിട്ട്. നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേടിക്കാൻ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല.
ഇതാണ് 2 വാട്സാപ്പ് നമ്പർ. ഈ രണ്ടല്ല എങ്കിൽ അവരുടെ വെബ്സൈറ്റാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അതുവഴിയും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്തതൊക്കെ ഉള്ളത് കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾ ഡയമണ്ട് ഫേഷ്യൽ ഒന്ന് ചെയ്ത് നോക്കും. നല്ല മാറ്റം നിങ്ങൾക്ക് ഫേസിന് കിട്ടും. നിങ്ങളുടെ ഫേസ് നല്ലപോലെ ഒരു ഫ്രഷ് ആക്കാൻ, നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്കിൻ നല്ലപോലെ തിളങ്ങി നിൽക്കാൻ ഈ ഒരു ഫേഷ്യലിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ ഈ ഒരു ഡയമണ്ട് ഫേഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഡയമണ്ട് ഫേഷ്യൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.